എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കടലില് ചോച്ചിറോ ടീമിനെയും അതുപോലെ തന്നെ ആ വില്ലൻ ഗ്യാങ്ങിനെ കാണിക്കുകയാണ്. അവർ രണ്ട് ടീമും ഒരുപാട് കപ്പലുകളും ആയുധങ്ങളും അതുപോലെ തന്നെ ആളുകളൊക്കെ ആയിട്ട് പരസ്പരം ഏറ്റുമുട്ടാൻ കടലിൽ അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് ഈസ്റ്റ് വില്ലേജിലുള്ള ചില ഷിനോബികൾ ഇപ്പൊ കാഗുറയെ കാണാൻ അവന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. മാസ്റ്റർ, ഞങ്ങൾ അങ്ങയെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇവിടേക്ക് എത്തിയത്. യുദ്ധം അത് എത്രയും വേഗം ആരംഭിക്കും. സോ അങ്ങയുടെ സഹായം അത് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിന് കാഗുറയാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് ഈ ഒരു അവസരത്തിൽ വരാനായിട്ട് കഴിയില്ല. ഇവിടെ ഹിഡൻ ലീഫ് വില്ലേജിൽ ഷിനോബികളുണ്ട്. നാളെ അവരെ അവരുടെ ഗ്രാമത്തിലേക്ക് തിരികെ അയക്കും. അതിനുശേഷം മാത്രമേ എനിക്ക് വരാനായിട്ട് കഴിയുകയുള്ളൂ. ഇതെന്റെ ഓർഡർ ആണെന്ന് പറയും. ഇതാ ആ പ്രിസൺ ലേഡി ഇബിച്ചിക്ക്. അവളാണെങ്കിൽ ബൈനോക്കുലറൊക്കെ വെച്ച് അങ്ങനെ കടലിലേക്ക് തന്നെ നോക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ വില്ലന്മാരുടെ ഗ്യാങ് വരെ അവൾ കാണുകയാണ്. അവൾക്കാണെങ്കിൽ അവരെ കണ്ട് ഭയങ്കര സന്തോഷം. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ റൂട്ടോ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവരെ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല. മറ്റു വില്ലേജ് അതിപ്പോ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ വലിയ യുദ്ധത്തിൽ നമുക്കും അവരെ സഹായിക്കണം. അതിന് സാറോട് പറയും, നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൈകടത്താനായിട്ട് പാടില്ല. നമുക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല. ഇത് മറ്റൊരു നേഷനാണ്. കവാക്കി ആണെങ്കിൽ സാറടയോട് പറയും, നീയാണ് ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ. നീ എന്തു പറഞ്ഞാലും അതനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഉടനെ ബൊറൂട്ടോ അവൻ അടിച്ചു പറയും, കാഗുറ എന്റെ നല്ല ഫ്രണ്ടാണ്, എനിക്ക് അവനെ സഹായിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നടന്നു പോവാണ്. അല്പസമയം ബൊറൂട്ടോ മുൻപോട്ടേക്ക് നടക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഫോഗെല്ലാം അങ്ങനെ ഇരുണ്ട് കൂടുന്നതായിട്ട് കാണുക. മറ്റൊരു ഭാഗത്ത് ആ കപ്പല് അത് റിപ്പയർ ചെയ്ത സ്ഥലം കാണിക്കും. ഇവിടെയാണെങ്കിൽ ആ പയ്യനില്ല. ബാക്കിയുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ആ പയ്യനെ കുറിച്ച് പല കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ആക്ച്വലി അവൻ എപ്പോഴും വളരെ വർക്ക്ഹോളിക്കാണ്. പക്ഷേ ഇന്ന് അവൻ വളരെ മൂഡ് ഓഫ് ആയിരുന്നു. തലവേദനയാണെന്ന് പറഞ്ഞ് അവൻ വർക്കൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ റൂമിലേക്ക് പോയെന്ന് പറയും. മാസ്റ്റർ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ പയ്യൻ അവൻ ലൈറ്റൊക്കെ തെളിയിച്ചു വെച്ച് എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതുകയാണ്. അവന്റെ മനസ്സിൽ അവന്റെ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ഇന്ന് നൈറ്റ് ഞാൻ നിനക്കായി തിരികെ എത്തും. എന്നോടൊപ്പം നീ വരാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നിന്നോടൊപ്പം ഇവിടെയുള്ള എല്ലാവരെയും ഞാനും നമ്മുടെ ആൾക്കാരും ചേർന്ന് തകർക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ വില്ലത്തി സിസ്റ്ററിനെ കാണിക്കും. അവളാണെങ്കിൽ അവളുടെ അസിസ്റ്റൻസിനോട് പറയും, ആ കാഗുറയും ബൊറൂട്ടോ ആ ടീമും ആണ് നമ്മുടെ മെയിൻ ഹെഡേക്ക്. എത്രയും വേഗം നമുക്ക് അവരെ തകർത്ത് എന്റെ ബ്രദറിനെ അവരെ തിരികെ പിടിക്കണം പറഞ്ഞ് അവളൊരു പേപ്പർ ഓപ്പൺ ചെയ്യും. ഉടനെ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് അട്ടകൾ പുറത്തേക്ക് വരികയാണ്. അട്ടകളാണെങ്കിൽ ആ ഒരു പ്രദേശം മുഴുവനായിട്ട് സ്പ്രെഡായി. അവിടെ ഉണ്ടായിരുന്ന മിസ്റ്റ് വില്ലേജിലെ സെക്യൂരിറ്റീസ് അവരുടെ ബോഡിയിലേക്ക് കയറി കടിക്കുകയാണ്. അതങ്ങനെ കടിക്കേണ്ട താമസം അവരുടെ കൺട്രോൾ പോവും. മറ്റൊരു ഭാഗത്ത് ആ പ്രിസൺ ലേഡി ആണെങ്കിൽ ഹിബിച്ചിയെ കുറിച്ച് ആലോചിച്ച് ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ഒരട്ട അത് അവളുടെ ബോഡിയിൽ കയറി അവളുടെ കൺട്രോൾ പോവാണ്. മറ്റൊരു ഭാഗത്ത് കവാക്കിയുടെ ബോഡിയിലും ആ അട്ട കടിച്ച് അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് അവൻ എന്തൊക്കെയോ ചെയ്യാനായിട്ട് തുടങ്ങും. അത് കണ്ട് ബാക്കിയുള്ളവർക്ക് കാര്യം പിടികിട്ടുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ആ വില്ലത്തി സിസ്റ്റർ അവള് സ്ട്രെയിറ്റ് ആയി ബൊറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ കാര്യം ചോദിക്കും. പക്ഷെ അവള് മറുപടി ഒന്നും പറയാതെ അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഡെങ്കി അവനാണെങ്കിൽ ആ അട്ടയെക്കുറിച്ച് മനസ്സിലാക്കി ഇതിക്ക് വന്ന അട്ടയെ ഒരു പ്രത്യേകതര സ്പ്രേ അതുപയോഗിച്ച് നശിപ്പിച്ച് കളയും. ഒരു നിമിഷം ഒരു വില്ലൻ അവിടേക്ക് വന്ന് ഇപ്പോ മെറ്റലിയുമായിട്ട് പൊരിഞ്ഞ അട്ടയിടി ബഹളം. കാര്യം വഷളാകാണെന്ന് മനസ്സിലാക്കിയ ഡെങ്കിയും ഇവാബയും അവർ പുറത്തേക്ക് വരും. അപ്പൊ അവർ കാണും ഒരുപാട് വില്ലന്മാര് അവിടെ മുഴുവനായിട്ട് വളഞ്ഞിരിക്കുകയാണ്. കാഗുറയാണെങ്കിൽ ആ മെയിൻ വില്ലനായിട്ട് ആ വില്ലന്മാരുടെ ലീഡറുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ആ പ്രിസൺ ലേഡിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. മറ്റൊരു ഭാഗത്ത് കപ്പൽ റിപ്പയർ ചെയ്യുന്ന അപ്പാപ്പനെ കാണിക്കുകയാണ്. ആളുടെ അടുത്തേക്കും ഒരുപാട് വില്ലന്മാർ വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ഞൊടിയ ഇടയിൽ ഇവാബയും അവർ രണ്ടുപേരും അവിടേക്ക് വന്ന് വലിയൊരു വാള് തന്നെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ പവർ എല്ലാം പ്രിവെന്റ് ചെയ്യും. ബാബയാണെങ്കിൽ അവന്റെ ചുറ്റിക ഉപയോഗിച്ച് ആ വില്ലന്മാരെ എല്ലാവരെയും തല്ലി കൊല്ലും. മറ്റൊരു ഭാഗത്ത് ആ വില്ലന്മാരുടെ ലീഡർ അവനാണെങ്കിൽ വാട്ടറായി മാറി കാഗുറയെ പുറഞ്ച് അറ്റാക്ക് ചെയ്യും. എബിജിക്കയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവളുടെ തൊട്ടു പുറകില് ആരോ ഒരാൾ വന്ന് അവളെ തന്നെ നോക്കി നിൽക്കും. അവളാണെങ്കിൽ ടേൺ ചെയ്ത് അവനെ കണ്ട് ഞെട്ടുകയാണ്. അടുത്ത നിമിഷം മെറ്റലിൽ ആ വില്ലനെ അടിച്ച് താഴെയിടും. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, തീർച്ചയായിട്ടും നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യിപ്പിക്കുകയെന്ന് ഇപ്പോ മെറ്റലി പറയും. മറ്റൊരു ഭാഗത്ത് കാഗുറയാണെങ്കിൽ അവന്റെ സ്ക്വാഡ് അങ്ങനെ വീശിയെടുത്ത് ആ വില്ലൻ ലീഡറിനെ അവനെ വെട്ടിയെറിയുകയാണ്. ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ
അന്വേഷിച്ച് അവിടുന്ന് ഉഷാറായിട്ട് ഓടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കിൽ വില്ലത്തി സിസ്റ്ററിന്റെ കണ്ണിൽ പെടാതെ ഒരു മരത്തിന്റെ പിന്നിൽ അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ വിളിച്ചു ചോദിക്കും, പറയും നീ ആരാണ്, നീ എന്തിനാ ഒരാവശ്യമില്ലാതെ എന്നെ അറ്റാക്ക് ചെയ്യണേ? അതിനവൾ പറയും, ഞാൻ ആരാണെന്ന് അറിയേണ്ട ആവശ്യം നിനക്കില്ല, പക്ഷെ ഒന്ന് നീ മനസ്സിലാക്കണം, എന്റെ ലക്ഷ്യം അത് നീ തന്നെയാണ്, തീർച്ചയായിട്ടും നിന്നെ ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ് അവളുടെ അമ്പും വില്ലും ഒക്കെ എടുത്ത് ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് നേരെ ഒരു പവർ അയക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ആ പവർ ആണെങ്കിൽ അവനെ ഹിറ്റ് ചെയ്ത് ബൊറൂട്ടോ അങ്ങനെ അടിച്ച് താഴെ വീഴും. അവന്റെ കൈക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റി. ബൊറൂട്ടോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് ചാടി എഴുന്നേറ്റ് വേദനയിൽ വീണ്ടും അവിടുന്ന് മുന്നോട്ടേക്ക് ഓടി ഒരു വലിയ ബോക്സിന്റെ ഇടയിൽ വന്ന് ഒളിച്ചു നിൽക്കും. ബൊറൂട്ടോയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവൾക്കെങ്ങനെ എന്റെ പേരറിയാം, എന്തിനായിരിക്കും ഇവൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കണേ ചിന്തിച്ച് അവൻ അങ്ങനെ അസൊക്കെ വലിച്ചു വിട്ട് ഒരു ഭാഗത്തിരിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായി ആ വില്ലത്തി സിസ്റ്റർ അവളുടെ കയ്യിലുള്ള ഗിറ്റാർ പോലുള്ള ഒരു വെപ്പൻ അതിൽ ചെറുതായിട്ട് ഒന്ന് സ്ട്രിങ് ചെയ്യാണ്. അടുത്ത നിമിഷം സൗണ്ട് വേവ്സ് അത് അവിടെ മുഴുവൻ സ്പ്രെഡ് ആവും. അതുപയോഗിച്ച് അവൾ ബൊറൂട്ടോയുടെ ലൊക്കേഷൻ വീണ്ടും കണ്ടെത്തി അമ്പ് റെഡിയാക്കി ഇപ്പോ ആ ഒരു ഭാഗത്തേക്ക് എയിം ചെയ്യാണ്. അവള് നല്ല ഫോഴ്സിൽ ആ ഒരു പവർ അമ്പ് ബൊറൂട്ടോയെ ലക്ഷ്യമാക്കി അയക്കും. പക്ഷെ അടുത്ത നിമിഷം കാഗുറ അവൻ ചാടി വന്ന് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ അമ്പിനെ പ്രിവെന്റ് ചെയ്യാണ്. ബൊറൂട്ടോ ഷോക്കായി തിരിഞ്ഞു നോക്കും. കാഗുറയുടെ അമ്പ്. കാഗുറയാണെങ്കിൽ ഓടി വന്ന് ബൊറൂട്ടോയെ താങ്ങിയെടുത്ത് വീണ്ടും ഒരു സേഫായ ഭാഗത്തേക്ക് പോകും. ബൊറൂട്ടോ ആണെങ്കിൽ ആകെ ടെൻസ്ഡായി ഷോക്കായി ഇപ്പൊ കാഗുറയോട് ചോദിക്കും, കാഗുറ സത്യം പറയും, ഇവിടെ എന്താ സംഭവിക്കണേ? ആ ലേഡി അവൾ ആരാ? ഉടനെ കാഗുറ ആണെങ്കിൽ പരിക്ക് പറ്റിയ ബൊറൂട്ടോയുടെ കൈ ശ്രദ്ധിക്കും. അവൾ മറ്റാരുമല്ല, ആ മെയിൻ വില്ലൻ ഉണ്ടായിരുന്ന ആ ഫാദർ വില്ലന്റെ മകളാണ്. നമ്മളെ തകർക്കാനാണ് അവളുടെ ഉദ്ദേശം. അവളുടെ കയ്യിൽ പ്രത്യേക ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതിൽ സൗണ്ട് വേവ്സ് ക്രിയേറ്റ് ചെയ്താണ് അവൾ എല്ലാവരെയും കണ്ടെത്തുക. ഏകദേശം ബാറ്റ്സിനെയും ഡോൾഫിനെയും പോലെയൊക്കെയാണ് അവൾ അത് ഉപയോഗിക്കാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ പരിക്ക് പറ്റിയ കൈ അതിൽ ചെറിയ മെഡിസിൻസ് ഒക്കെ അപ്ലൈ ചെയ്യാണ്. കാഗുറ ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, കാരണവശാലും ഗാർഡ് ഡൗൺ ചെയ്യാൻ പാടില്ല, ഇപ്പൊ നമ്മൾ ഇറങ്ങി ഫൈറ്റ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് കാഗുറ അവന്റെ സ്ക്വാഡുമായി അവൾക്ക് നേരെ വരും. ഉടനെ ആ വില്ലത്തി സിസ്റ്റർ അവളാണെങ്കിൽ അവനെ നോക്കി ടെററായിട്ട് ചിരിച്ച് 2-3 അമ്പ് അവന് നേരെ അയക്കും. കുറെ 2 അമ്പ് അവന്റെ സ്ക്വാഡ് വെച്ച് തടുക്കും. പക്ഷെ 3ാമത്തെ അമ്പ് അത് അവന്റെ ബോഡിയിൽ തറച്ചു കയറി അവൻ താഴേക്ക് വീഴുകയാണ്. അവരുടെ നിലവിളി കേട്ട് ബൊറൂട്ടോ അവിടേക്ക് ഓടിയെത്തും. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. ബൊറൂട്ടോയെ കണ്ട് കാഗുറ അവൻ നിലവിളിച്ച് പറയും, ബൊറൂട്ടോ ഓടിക്കോ, ഒരു കാരണവശാലും നീ ഇവിടേക്ക് വരാനായിട്ട് പാടില്ല, അവളുടെ ട്രിക്കാണിത്, എനിക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, അവൾ നിന്നെയും അറ്റാക്ക് ചെയ്ത് തകർക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസായി നിൽക്കും. വില്ലത്തി പെണ്ണാണെങ്കിൽ വീണ്ടും അവളുടെ ആ ഒരു സ്ട്രിങ് വെപ്പൻ അതുപയോഗിച്ച് ബൊറൂട്ടോയുടെ ലൊക്കേഷൻ അത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അവൾ കറക്റ്റായിട്ട് അവന്റെ ലൊക്കേഷൻ അത് പോയിന്റ് ചെയ്യുന്ന സമയം വലിയ ഒച്ചയിൽ ഇടി മുഴങ്ങും. ആ ഒരു ശബ്ദത്തിൽ അവളങ്ങനെ ഞെട്ടി വരച്ച് താഴേക്ക് വീഴും. നേരം കൊണ്ട് ബൊറൂട്ടോ കാഗുറയെ താങ്ങിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെടുത്തി ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇവരുടെ കൈ പിടിച്ച് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, അവളുടെ ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടെത്തി, അവൾക്ക് തണ്ടർ ശബ്ദം അത് പേടിയാണ്, തണ്ടർ സമയത്ത് അവളുടെ പവർ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, ആ ഗ്യാപ്പിലാണ് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയത്. ഉടനെ കാഗുറയുടെ തലയിൽ ഒരു ബുദ്ധി വെളിച്ചമുണ്ടാവും. അവനാണെങ്കിൽ ബൊറൂട്ടോട് എന്തോ സംസാരിച്ച് അവൻ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. കാഗുറ വീണ്ടും അവന്റെ സ്ക്വാഡുമായിട്ട് ഇപ്പൊ ആ വില്ലത്തിയുടെ മുൻപിലേക്ക് വരും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ പറയും. അവൾ വീണ്ടും അവനെ എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യാനായി തയ്യാറായി നിൽക്കുന്ന ആ സമയം ബൊറൂട്ടോ അവൻ ഡ്രസ്സിംഗ് ആൻഡ് പവർ അവൾക്ക് നേരെ വലിച്ചെറിയാണ്. ആ ഒരു അൺഎക്സ്പെക്ടഡ് അറ്റാക്കില് അവൾക്ക് പരുക്ക് പറ്റി അവള് താഴേക്ക് വീഴും. പക്ഷെ അപ്പോഴും വിട്ടുകൊടുക്കാതെ അവൾ ബൊറൂട്ടോയ്ക്ക് നേരെ അറ്റാക്കിംഗ് അഴിച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട കാഗുറ അവനങ്ങനെ ചാടി വന്ന് സ്ക്വാഡ് ഉപയോഗിച്ച് അവളുടെ നെഞ്ചിൽ തന്നെ ആഞ്ഞൊരു വെട്ട്. ചോര തുളുമ്പി അവളങ്ങനെ താഴേക്ക് വീഴും. ആ ഗ്യാപ്പിൽ ആ വില്ലന്മാരുടെ ലീഡർ അവൻ അവിടേക്ക് വന്ന് ഒരു വാട്ടർ സ്റ്റൈൽ ഉപയോഗിച്ച് അവളെ തൂക്കിയെടുത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. ബൊറൂട്ടോയും കാഗുറയും അവർ രണ്ടുപേരും നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് തിരികെ എത്തും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ പയ്യൻ എൻ്റെ അടുത്തേക്ക് ആരോ ഒരാൾ വന്ന് അവന്റെ സിസ്റ്ററിന് പരുക്ക് പറ്റിയ കാര്യം പറയും. അത് കേട്ട് ടെൻഷനായി അവനിപ്പോ അവളെ അന്വേഷിച്ചു പോകും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇക്കട പയ്യനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ സിസ്റ്ററിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ വില്ലൻ ലീഡർ പറയും, ഇത് ചെയ്തത് മറ്റാരുമല്ല, കാഗുറയും അതുപോലെ ബൊറൂട്ടോയുമാണ്. അത് കേട്ട് നമ്മുടെ പയ്യൻ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.